വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പം ഞാനൊരു വ്ളോഗ് എടുത്താലോ എന്ന് ആലോചിച്ചു. എല്ലാ ദിവസവും ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഒക്കെ ചെയ്യും. ബട്ട് ഇതുപോലെ വീക്ക്ലി വൺസ് ഒരു ദിവസം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സ്കിൻ കെയറും അതുപോലെ ഹെയർ കെയറും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഞാൻ അത് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ചില ദിവസങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നുമല്ലോ, ഇന്ന് സ്കിൻ കെയർ ചെയ്യണം. അങ്ങനെ ഭയങ്കര ആഗ്രഹം തോന്നിയൊരു ദിവസമാണിന്ന്. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് തന്നെ ഞാൻ ഹെയർ ഓയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ കണ്ടോ, ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു കോമ്പ് പോലെ ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ചീകുന്നത് പോലെ ഇങ്ങനെ ചീവി കൊടുക്കുമ്പോൾ ഈ ഓയിൽ നമ്മുടെ ഹെയറിൻ്റെ ഉള്ളിലേക്ക് നല്ല ഡീപ്പായിട്ട് തന്നെ എത്തുന്നുണ്ട്. അതിനുശേഷം ഞാനിത് നന്നായിട്ട് ഹെയർ ഒന്ന് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. മുടി നന്നായിട്ട് വളരാൻ ഏറ്റവും നല്ല മെത്തേഡാണ് ഈ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. മുടി ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ മേലേക്കൊന്ന് നന്നായിട്ട് കെട്ടി വെക്കുവാണ്. ഇപ്പം ആ എണ്ണയൊക്കെ നന്നായിട്ട് മുടിയിലൊന്ന് പിടിക്കട്ടെ. ആ ഒരു ടൈമിൽ ബാക്കിയുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു ഹാഫ് ആൻ അവർ ഹെയറിൽ ഓയിൽ വെക്കുന്നത് നല്ലതാണ്. പറ്റില്ലെങ്കിൽ 10 മിനിറ്റ്സ് വെച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഫേസിലേക്ക് പോകാം. അപ്പോൾ ഒരു വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ നന്നായി വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇവിടെ ഇപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഈ റേസർ സ്ലൈറ്റ്ലി ഒന്ന് ചെരിച്ചിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലേക്ക് വേണം ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ ഹെയർ ഗ്രോത്ത് കൂടും എന്ന് പറയുന്നത് ഒരു ഫോൾസ് ആയിട്ടുള്ളൊരു മിത്താണ്. കാരണം ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. മാത്രമല്ല ഷേവിങ്ങിന് ശേഷം എൻ്റെ ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് സ്ക്രബിങ് ആണ്. അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് കാപ്പിപ്പൊടി, പഞ്ചസാര, പിന്നെ തക്കാളിയാണ്. തക്കാളി നന്നായിട്ട് ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് അതെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഇതുപോലെ നല്ല സർക്കുലർ മോഷനിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തക്കാളി നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഒരു ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണിത്. ഒരു 5 മിനിറ്റ്സ് ഒക്കെ ഇങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഈ പാക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. അപ്പം ഇതിലേക്ക് വേണ്ടത് തൈര്, പിന്നെ മുരിങ്ങയില, അതുപോലെ കരിവേപ്പിലയാണ്. എനിക്ക് ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു പാക്കാണിത്. കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. വീക്ക്ലി വൺസ് ഒക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു വിസിബിളായിട്ടൊരു 1 മന്തിനുള്ളിൽ നന്നായിട്ട് റിസൾട്ട് കാണാൻ കഴിയും. പിന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി നന്നായിട്ട് ഓയിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അല്ലാത്ത മുടിയിലേക്കാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് ഹെയർ ഡ്രൈ ആവാനും പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊരു അരമണിക്കൂർ ഹെയറിൽ നന്നായിട്ടൊന്ന് സെറ്റ് ആവട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. ഫേസ് പാക്കിന് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഗോതമ്പ് പൊടി, തൈര്, കാപ്പിപ്പൊടി, പിന്നെ കസ്തൂരി മഞ്ഞളുടെ പൊടി, അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് പൗഡർ, ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാല് കുറച്ച് വൃത്തിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഇതുപോലൊരു ഷാമ്പു ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പതപ്പിച്ചിട്ട് നമ്മുടെ കാല് ഇതുപോലെ കുറച്ച് നേരം അതിനകത്തുനിന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച സ്ക്രബ് ഉണ്ടല്ലോ, ആ തക്കാളി തന്നെ എടുത്തിട്ട് നമ്മുടെ കാല് ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിർത്താതെ ഒരു 5 മിനിറ്റ്സ് എങ്കിലും ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ കാലിൽ പാക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ ആ ചെയ്ത പാക്ക് തന്നെയാണ് കാലിലും അപ്ലൈ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പാക്ക് നമ്മൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആകാൻ വേണ്ടി നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയെന്ന് തോന്നുമ്പോൾ തന്നെ അത് വാഷ് ചെയ്ത് കളയാം. കാരണം ഒരുപാട് അങ്ങ് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കഴുകുമ്പോൾ ഫേസ് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഉണങ്ങിയാൽ മതി. ആ സെയിം പാക്ക് തന്നെ ഞാൻ കയ്യിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കിന്നിലെ ടാനും അതുപോലെ പിഗ്മെൻറ്റേഷനും ഒക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ്. പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും മുഖത്ത് മാത്രമല്ല കഴുത്തിലും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് രണ്ടും വേറെ കളറായിട്ടിരിക്കും. ഇനിയിപ്പം ഞാൻ ഹെയർ ഒന്ന് വാഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കണ്ടീഷണറും അതിന് ശേഷം യൂസ് ചെയ്യും. അപ്പോൾ ഈ പാക്ക് ചെറുതായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് രാത്രിയായി. അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യണം. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. ഞാൻ നെയിൽസ് ഒന്നും കട്ട് ചെയ്തില്ല. അങ്ങനെ ഞാൻ നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ നെയിൽസ് ഒരുപാട് വളർത്താത്ത ആളാണ്. എനിക്കെന്തോ വളർന്നു കഴിയുമ്പോൾ അതത്ര ഒരു ഭംഗിയിലല്ല വളരുന്നത്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് നെയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയിൽ കട്ട് ചെയ്തിട്ട് അതിന് ശേഷം ഈ ഒരു നെയിൽ പോളിഷാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ ഞാൻ പണ്ടേ പുറകോട്ടാണ്. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. എന്നാലും അത് അവിടെ ഇവിടെയൊക്കെ ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സ് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം
ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു വീക്ക്ലി സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.